നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ യങ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന, അതായത് നമ്മുടെ ബ്രെയിനിനെ ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഡ്രിങ്ക് ഉണ്ട്. മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒരു അത്ഭുത പാനീയം എന്നൊക്കെ പറയാം. ഈ ഇത്രയും ഹൈപ്പൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ ദിവ്യ ഔഷധമാണെന്ന്. അല്ല, ഇത് നിങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ നിത്യേന ഇത് ഉപയോഗിക്കുന്നുണ്ടാകും, ബാക്കിയുള്ളവർ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും. എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഒരു മാജിക്കൽ ഡ്രിങ്കിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന, പല കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഡ്രിങ്ക്. ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ ദിവ്യ ഔഷധമൊന്നുമല്ല, നിങ്ങളിൽ പല ആൾക്കാരും നിത്യേന ഉപയോഗിക്കുന്നതുമാണ്. ഞാനിത് ഇതിന് ഒരു അനാവശ്യ ഹൈപ്പ് കൊടുക്കുന്നതല്ല. ഇതാദ്യമേ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കുകൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ആദ്യം ഈ കണക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പഠനം എന്താണ് എന്നൊന്ന് തുടങ്ങിയിട്ട് ഞാനിത് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു പഠനം പറയുന്നത്, ഇത് ന്യൂട്രീഷണൽ ന്യൂറോ സയൻസ് മാഗസിനിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണ്. ഇതിൽ പറയുന്നത്, ഇത് 2011 തൊട്ട് 2014 വരെ നടത്തിയ ഈ പഠനത്തിൽ 827 ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതും 60 വയസ്സിനേക്കാൾ പ്രായമുള്ളവർ, 60 തൊട്ട് അങ്ങോട്ട് പ്രായമുള്ളവർ. ഇവർക്ക് ഈ പറയുന്ന ഈ ഡ്രിങ്കിലെ ഒരു കണ്ടൻറ്റ്, ഒരു അത്ഭുതമായിട്ടൊരു കണ്ടൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എങ്ങനെ സഹായിച്ചു എന്നറിയാമോ? ഇവരുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻ കുറഞ്ഞു പോകുന്ന, ഡിക്രീസ് ആകുന്ന, അതായത് പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻ കുറഞ്ഞു പോകുന്നതിനെ തടയാൻ സഹായിച്ചു. കൊഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച്, നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ മെമ്മറി, ഓർത്തു വയ്ക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, അങ്ങനെ നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് നമുക്ക് കൊഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് ഫങ്ഷനെ കുറഞ്ഞു പോകാൻ അതിനെ തടയുന്ന ഒരു ഫാക്ടറായി മാറി ഈ ഡ്രിങ്കിലുള്ള ഒരു കണ്ടൻറ്റ്. കൂടുതൽ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. ഈ ഡ്രിങ്ക് കോഫിയാണ്. കോഫി, നമ്മൾ നിത്യേന കുടിക്കുന്ന കോഫി. ഈ കോഫിയിലെ കഫെയിൻ എന്ന് പറയുന്ന കണ്ടൻ്റാണ് ഇവർക്ക് ഇത്രയും സഹായകരമായത്. കോഫിയെക്കുറിച്ചിട്ട് ഇനിയും ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രധാനമായിട്ടും കോഫിയിലെ കഫെയിന് ബ്രെയിനിനെ ഒരുപാട് തരത്തിൽ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പഠനം, ഡാന എലിസ് എന്ന് പറയുന്ന ഒരു സീനിയർ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ, അവർ പറഞ്ഞിരിക്കുന്നത്, ഇതിലെ കഫെയിൻ മാത്രമല്ല, ഇതിനകത്ത് പോളിപ്രൊപ്പലിൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ കുറയുന്നതിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതെല്ലാം കോഫിയിലുള്ള കണ്ടൻറ്റുകളാണ്. ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ എത്രത്തോളം പോസിറ്റീവായിട്ട് ഈ കഫെയിൻ, ഈ കോഫി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളാണ്. പക്ഷേ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കോഫി കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുമൊരു അളവുണ്ട്. അല്ലാതെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ ഈ അളവ് എന്ന് പറയുന്നത്, ഒരു ഒപ്റ്റിമൽ ഡോസ് ആയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഏകദേശം 6 തൊട്ട് 8 ഔൺസ് വരെ ഉള്ള കപ്പ്, അല്ലെങ്കിൽ അത്രയ്ക്ക് കണ്ടൻറ്റാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത്. അതല്ലാതെ കൂടുതലായിട്ട് കഴിക്കരുത്. കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ അവസാനം പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ കോഫി എന്നുള്ളത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഫി എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിന്, അതായത് കോഫിയിലെ കണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആകുന്നതെന്നും കൂടെ പറയാം. ഈ കഫെയിൻ നമ്മുടെ തലച്ചോറിൽ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ തലച്ചോറിലുള്ള ഒരു റിസപ്റ്റേഴ്സാണ്. ഈ റിസപ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഉറക്കം എഫക്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ അഡിനോസിനും ഈ കഫെയിനും ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചറാണ്. പക്ഷേ കഫെയിൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതായത് അഡിനോസിൻ നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കുമെങ്കിൽ ഇത് നേരെ തിരിച്ചാണ്
പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ അത് പിൻവലിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഉറക്കുന്ന അവസ്ഥ, അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് ഉറക്കം വരുന്നെങ്കിൽ ഒരു കോഫി അടിക്കാൻ. വളരെ വാസ്തവമാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെഫീൻ ബ്രെയിൻ എൻട്രോപ്പി എന്ന് പറയുന്നൊരു സംഭവത്തിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. അതുപോലെ തന്നെ കഫീൻ നമ്മുടെ ബ്രെയിൻ എൻട്രോപ്പിയെ ഇൻക്രീസ് ചെയ്യും. ബ്രെയിൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷനാണ്, മെയിൻ ഫംഗ്ഷനാണ്. അതായത് നമുക്ക് പ്രോസസ്സിങ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു അല്ലെങ്കിൽ വായിച്ചു, നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ ഈ കപ്പാസിറ്റി കൂട്ടുന്നതാണ്. അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, അതിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ ഈ കഫീൻ സഹായിക്കും. അതുപോലെ തന്നെ കഫീൻ മറ്റ് കുറേ ട്രാൻസ്മിറ്റേഴ്സിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ന്യൂറോ അഡ്രിനാലിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ട്രാൻസ്മിറ്റേഴ്സ്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ ബേസിക്കലി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇത് മറ്റ് കുറച്ച് ഫങ്ഷൻസിന്, അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ കുറേ കാര്യങ്ങളെയാണ് ഇത് പ്രധാനമായിട്ടും ബൂസ്റ്റ് ചെയ്യുന്നത്. അത് ഒന്ന്, നമ്മുടെ മൂഡ് മാറുന്നതും അല്ലെങ്കിൽ മൂഡ് വീക്കായിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ കഫീൻ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ റിയാക്ഷൻ ടൈം, പെട്ടെന്ന് റിയാക്ട് ചെയ്യാനായിട്ടുള്ള, നമ്മൾ ഭയങ്കര അലേർട്ടാകാനൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വിജിലൻ്റ് ആകാൻ സഹായിക്കും, അറ്റൻഷൻ എടുക്കാൻ സഹായിക്കും, ലേണിങ്ങിന് പഠിക്കുന്ന സമയങ്ങളിൽ കഫീൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വളരെ ജനറിക് ആയിട്ട് നമ്മുടെ മെൻ്റൽ ഫങ്ഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഈ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എത്ര കഴിക്കണമെന്നുള്ളത്. ഇത് നമുക്ക് കോഫി കൂടുതൽ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ അതിൻ്റെ നെഗറ്റീവ് സൈഡുണ്ട്. അപ്പോൾ കോഫി നേരത്തെ എത്ര കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നതും നമ്മൾ 4-5 കപ്പ്, അതായത് 400 മില്ലിഗ്രാം വരെ കഴിക്കുന്നത് മാത്രമാണ് ഹെൽത്തി എന്നുള്ള ലെവലിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ കഴിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്കിതിനോടൊരു ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു തരം അഡിക്ഷൻ പോലെ. പിന്നെ ഇത് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എഫക്റ്റുകൾ ഉണ്ടാകൂ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ 4-5 കപ്പ് എന്നുള്ളത് പിന്നീട് കൂടുതൽ വേണം ഇത്രയും ഫംഗ്ഷനുകൾ എന്നുള്ള ഒരു നെഗറ്റീവ്, അതായത് അങ്ങനെ കഴിച്ചാൽ മാത്രമേ ഈ എഫക്റ്റുകൾ കിട്ടൂ എന്നുള്ളൊരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിൽ വെച്ചേക്കുക, കഫെയിൻ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ തലച്ചോറിനുണ്ട്. പക്ഷേ നമ്മൾ അത് എത്ര കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടെയുണ്ട്. ഒരുപക്ഷെ ഇത് കേട്ട് കഴിഞ്ഞിരുന്നാൽ കോഫി നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായി ചിലപ്പോൾ മാറണമെന്നില്ല. കാരണം ഇവർ പറയുന്നത് കോഫി കഴിക്കേണ്ടത് അതിൽ ബ്ലാക്ക് കോഫി ആയിട്ടാണ്. അതായത് നമ്മുടെ കട്ടൻ കാപ്പി എന്ന് പറയത്തില്ലേ, അതാണ്, അങ്ങനെ കഴിക്കണമെന്നാണ് പറയുന്നത്. നല്ല ബ്ലാക്ക് കോഫി. അതിൽ വേറെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നത് വളരെ കുറച്ച്, അതായത് പഞ്ചസാര പോലും ഉപയോഗിക്കാതെ വെറും പ്ലെയിനായിട്ടുള്ള വെറും കോഫി അങ്ങനെ കഴിക്കാനാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും നല്ലത്. അത് സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ, എന്നിരുന്നാലും ശ്രമിച്ചു നോക്കൂ. ഈ ഒരു കാര്യം മറക്കരുത്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്, അധികം കഴിക്കരുത്. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന അതേ വാചകം തന്നെയാണ്, അമൃതം അധികമായാൽ വിഷമാണ് എന്നുള്ളത്. അപ്പോൾ കോഫി വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. ഡെയിലി 1-2 കപ്പ്, മാക്സിമം പോയാൽ 4 കപ്പ് അല്ലെങ്കിൽ 5 കപ്പ്, അതിൽ നിർത്തുക. കോഫിയെക്കുറിച്ചിട്ടുള്ള കോഫി നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.